ജസ്റ്റ് ഒരു ഹായ് കാണിച്ചേക്ക്. പറയുകയാണെങ്കിൽ ഫിഷ് സെയിൽ ചെയ്യുന്ന, അതായത് മീൻ വിൽക്കുന്ന പെണ്ണുങ്ങളെ കണ്ടാലും നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നൊക്കെ തോന്നും. ജസ്റ്റ് കയ്യിൽ പിടിച്ചാൽ മതി. കൈ ഇതിങ്ങനെ ഇങ്ങനെ പിടിക്കാം. ഐ എം ജസ്റ്റ് ഓക്കെ. ഐ എം ഈറ്റിംഗ്. യു ജസ്റ്റ് ഓക്കെ. ഓക്കെ ഇറ്റ്സ് ഓക്കെ. ഇതൊരു അര കിലോ എടുത്തോ. 0.5 കിലോ. ഗൈസ്, ഇവിടെ മുടി വെട്ടാൻ 50,000 ഡോങ്ക കേട്ടോ. എത്ര? 50,000 ഡോങ്ക. 1 lakh ഡോങ്ക് കൊടുക്കുന്നുണ്ട്. 10,000 ഡോങ്ക് ബാക്കി കിട്ടും. നമ്മൾ സാധാരണ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ കിടന്നുറങ്ങുന്നല്ലേ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കോലേ ഇസ്തിരിപ്പെട്ടി വെച്ച പോലെ ഉണ്ടല്ലേ. ഇതൊക്കെ താറാവ് നിർത്തി പൊരിക്കുന്ന നോക്കി. ഞാനിപ്പോൾ ഹോസ്റ്റലിലേക്ക് പോവാം കേട്ടോ, മാപ്പ് നോക്കി. അപ്പോൾ അതിന് മുമ്പിലെത്തിയപ്പോൾ ഒരു സാൻഡ്വിച്ചിൻ്റെ കട ഉണ്ട്. വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, കഴിച്ചാൽ മതിയാവാത്തതുകൊണ്ട് ഞാനൊന്നും കൂടി കഴിക്കാം കേട്ടോ. സാൻഡ്വിച്ച് എന്താ പറഞ്ഞാൽ, ഈ ഫുഡ് നിങ്ങൾ നല്ലോണം നോട്ട് ചെയ്ത് വെച്ചു. ആവശ്യം സാൻഡ്വിച്ച് ഇവരെ ദേശീയ ഭക്ഷണമാണെന്ന് തോന്നുന്നു, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ്റെ. ഞാനിപ്പോൾ വന്ന സ്ഥലങ്ങളിലൂടെ ഒക്കെ അത് കാണാൻ പറ്റിയിട്ടുണ്ട് മാക്സിമം. ഇവിടെ റംബുട്ടാനെ വില കുറവാണോ അല്ലെന്നൊന്ന് പറയട്ടോ. ഇവിടെ 25,000 ഡോങ്കാണ് 1 കിലോന് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു എത്ര ഒരു 75-80,000. ഇത്രയ്ക്ക് വൃത്തിയുള്ള സ്ഥലം എന്നൊന്നും പറഞ്ഞൂടെ, എന്നാലും വിലയേതായ രീതിയിൽ പെർഫെക്റ്റ് ആണ്. എനിക്ക് വലിയൊരു മോശമായി തോന്നുന്നില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ ഏറ്റാൽ കടകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ പിന്നെ തേങ്ങ എങ്ങനെയാണ് കൊണ്ടുവരിക ഒന്നായിട്ട്. ഫ്രൂട്ട്സിൻ്റെ ഇത് വരാണ്ടല്ലോ. ഇത് അവക്കാടോ ഉണ്ടോ? അവക്കാടോ ഇതിൻ്റെയൊക്കെ വില നോക്കിയാൽ പേരക്കാട്ടോ. പേരക്ക് 18,000 ഡോങ് കിട്ടും. നാട്ടിൽ ഏകദേശം എത്ര 50 രൂപ വരും കിലോ കേട്ടോ. നമ്മുടെ ഏകദേശം ഈ മുന്തിരിക്ക് 50 എല്ലാം കുറവാട്ടോ. ഏകദേശം ഒരു 40-50 ആ റേഞ്ചിലേ ഉള്ളൂ. ഗൈസ്, ഇത് ഡനാങ്ങിനേക്കാളും കുറച്ചുകൂടെ ചീപ്പാട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഇവിടെ ഞാൻ പോകുന്ന ഏരിയ ഒരു കുറച്ച് റൂറൽ ഏരിയ ആണ്. കാര്യം ഇവിടെ ഈ ഏരിയ കൂടെ ബസ്സൊന്നും അങ്ങനെ പോകില്ല. പിന്നെ ഇത് ഒരു എയർപോർട്ടിൻ്റെ സൈഡാണ്. ഇതിൻ്റെ നേരെ ബാക്കിൽ സൗണ്ട് കേൾക്കുന്നുണ്ടാവും നിങ്ങൾക്കിപ്പോൾ. എയർപോർട്ട് സൈഡാണ്. പക്ഷേ എയർപോർട്ടിൽ വരുന്നവർക്ക് ഇങ്ങോട്ടുള്ളൊരു ആക്സസ് കുറവാണ്. കാര്യം എയർപോർട്ടിൻ്റെ എന്ന് വെച്ചാൽ അവർക്ക് അവിടെ വരുന്നവർക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാമെന്ന് പറയുന്ന പോസിബിലിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പൊതുവേ റെൻറ്റും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറവാണ്. കാര്യം എയർപോർട്ട് സൈഡിൽ ഇപ്പോൾ ഞാനൊരു റൂം നോക്കുമ്പോൾ സാധാരണ നല്ല എക്സ്പെൻസീവ് അല്ലേ ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഇതിനാണ് ഏറ്റവും കുറവ്. അറൗണ്ട് എനിക്ക് തോന്നുന്നത് 250 റുപ്പീസ്, 250 രൂപയേ ഉള്ളൂ ഒരു ദിവസത്തെ. ലൊക്കേഷൻ എത്തി കേട്ടോ. ലക്കി ഹോം സ്റ്റേ ആണ്. എന്തായാലും നോക്കട്ടെ. ഗൈസ്, ഇവിടെ മുടി വെട്ടാൻ 50,000 ഡോങ്ക കേട്ടോ. എത്ര? 50,000 ഡോങ്ക്. 50,000 ഡോങ്ക് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 150 രൂപ നാട്ടിൽ. കൊച്ചിയിലേക്ക് പോകുന്ന ഏകദേശം ഒരു 150 ഒക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ 80 റുപ്പീസ് മതി, 80 റുപ്പീ. ദിസ് ഈസ് ലക്കി സൈക്കിൾ എയർപോർട്ട്. ഇത് നോക്കണ്ട ഏരിയ, ഇത് ഡൗൺ ഫ്ലോർ ആണ്, ഹോസ്റ്റൽ മോളിലാണ്. അപ്പോൾ ഇതിൽ പേയ്മെൻറ്റ് വന്ന് എത്ര അറിയാം? ഏകദേശം 91,000 ഡോങ്ക കേട്ടോ. ഞാനിപ്പോൾ 1 lakh ഡോങ്ക് കൊടുക്കുന്നുണ്ട്. 10,000 ഡോങ്ക് ബാക്കി കിട്ടും. അപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. പ്രശ്നമല്ലേ എന്നൊക്കെ അവിടെ പോയി നോക്കാം. ഒരു
പ്രശ്നം കേട്ടോ, നമ്മൾ സാധാരണ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഇടുന്നുറങ്ങുന്നല്ലേ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. വലിയ സൈനില്ല, ഏകദേശം നോക്കിയാൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഹോച്ചിമിൻ സിറ്റി തന്നെ ഉള്ളത്. എൻ്റെ കോല എൻ്റെ ഇസ്തിരിപ്പെട്ടി വെച്ച പോലെ ഉണ്ടല്ലേ. കുഴപ്പമില്ല, നാളെയൊക്കെ കുറച്ച് പൊടിയായിട്ടുണ്ടാവും, അപ്പോൾ കാണാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് സിറ്റി ലൈഫൊക്കെ ഒന്ന് കാണാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇവിടെയും പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ കണ്ട പോലെ തന്നെ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ജോലി ഉണ്ടാവും ആൾക്കാർക്ക്. അതിലിപ്പോൾ ബോയ്സ് ഗേൾസ് ഒന്നും ഇല്ല. പിന്നെ മെയിനായിട്ട് ഇവർക്ക് അത് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല, ഒരു കുറവുള്ള ജോലിയെന്നോ അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ, ടച്ചാഹോ ഫാൻ എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് കയറി നോക്കാം, എന്നിട്ട് സാധനങ്ങളുടെ വിലയൊക്കെ നോക്കാം. ചിലപ്പോൾ വാങ്ങാനും പറ്റും. ഡോളേഴ്സ് നോക്കി ഇതൊക്കെ താറാവ് നിർത്തി പൊരിക്കുന്ന നോക്കി. ചക്കൻ്റെ വില ഉണ്ടോ? 24,000. നാട്ടിലെ 70 റുപ്യ ഈ ഒരു ചക്കക്ക്. ഒന്ന് ഫുള്ളായിട്ടുണ്ടോ നമുക്ക് പൈസക്കാർ. ഇങ്ങനത്തെ വില കുറവാട്ടോ. കംപ്ലീറ്റ് ഒരു മാർക്കറ്റ് സൈഡ് ആട്ടോ. ഇത് കംപ്ലീറ്റ് ഫിഷൊക്കെ ജസ്റ്റ് ഒരു ഹായ് കാണിച്ചേക്ക്. പറയുകയാണെങ്കിൽ ഫിഷ് സെയിൽ ചെയ്യുന്ന, അതായത് മീൻ വിൽക്കുന്ന പെണ്ണുങ്ങളെ കണ്ടാലും നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നൊക്കെ തോന്നും. ലുക്ക് കണ്ടിട്ടേ സ്വഭാവം നല്ലതായിരിക്കും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നാട്ടിലെത്തിക്കുന്ന നേരം ആൾക്കാരെങ്ങനെ പറയൂ, ആ ഇതവിടെ ഓനേടോ. ഇവിടുത്തെ മാർക്കറ്റ് അടിപൊളി കേട്ടോ. അത് കണ്ടാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ തോന്നും. ഇത് കണ്ടില്ല, ഇങ്ങനെയൊക്കെ തേങ്ങ വെച്ച് ആരാ വാങ്ങാണ്ടിരിക്കുക. നല്ല പൈസ ഉണ്ടാവും കേട്ടോ, തേങ്ങയ്ക്ക് നല്ല പൈസ ഉണ്ടാവും. ബാക്കിയുള്ള അതിന് കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, റംബൂട്ടാൻ അതിന് ഇംഗ്ലീഷ് വേർഡ് കയറണൂടെ. അതിന് ഇവിടെ 25,000 എന്ന് വെച്ചാൽ നാട്ടിലെ 75 റുപ്യേ ഉള്ളൂ. അപ്പോൾ അത്രയും കുറവാണ് ഇവിടെ. അങ്ങനെ കുറേ ഫ്രൂട്ടിന് ഇവിടെ വില കുറവാണ്. വലിയ നല്ലോണം ഇത് കൃഷി ചെയ്യുന്നുണ്ട്, കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത് കുറവാണ്. ഇവിടെ വേറൊരു സംഭവമുണ്ട്, പൈനാപ്പിൾ ഇല്ലേ, അത് മറ്റേ സാധനമില്ലേ അതില്ലാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇവിടുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. കാണിച്ചു തരാം. ഇങ്ങനെ പൈനാപ്പിൾ വെക്കുന്നുണ്ട്. ഇത് എത്ര അല്ല ഹൗ മച്ച്? ആ നാട്ടിൽ 50 റുപ്യ കേട്ടോ ഇതിന്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് വാങ്ങി നോക്കാം. കനെ കട്ട് ചെയ്ത് തരുമോ? ഇവിടെ ഇംഗ്ലീഷ് പറയുന്നതിൽ നല്ല മലയാളം പറയുന്നത് തന്നെ, കാര്യം ഇംഗ്ലീഷുകൾക്ക് അത്ര തീരെ പിടുത്തല്ല. ഓക്കെ പിടിച്ചോ. ക്യാമറ ജസ്റ്റ് കയ്യിൽ പിടിച്ചാൽ മതി. കൈ ഇതിങ്ങനെ ഇങ്ങനെ പിടിക്കാം. ഐ എം ജസ്റ്റ് ഓക്കെ. ഐ എം ഈറ്റിംഗ്. യു ജസ്റ്റ് ഓക്കെ ഓക്കെ. ഇറ്റ്സ് ഓക്കെ. കരിമ്പ് ജ്യൂസ് കുടിച്ചും തിന്നും മരിക്കുക. ഇതെങ്ങനെ രാത്രി ആയിട്ടോ. ഞാൻ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുകയാണ്. കുഴപ്പമില്ലാത്ത എന്തെങ്കിലും വെള്ളം കിട്ടാൻ വേണ്ടി വെള്ളം വാങ്ങിക്കിട്ടോ. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറവാണ്. ഇവിടെ ഏകദേശം ഇതിന് 15 റുപ്യ ആ തോതിലേ ഉള്ളൂ. ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട് കേട്ടോ, സാൻഡ്വിച്ചിൻ്റെ. നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ രാത്രിക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അത് റോഡിൻ്റെ ഒരു കോർണറിൽ ചെറിയൊരു ഷോപ്പുണ്ട്, അങ്ങോട്ട് വന്നു. ആ ഷോപ്പിൽ നിന്ന് ഷോപ്പാണ്, അവിടെ സാൻഡ്വിച്ച് കിട്ടും. ഷോപ്പ് ചെറുതാണെങ്കിലും മൂപ്പര് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ. ഇവിടെ പിന്നെ 20 ഉള്ളൂ. 20 വിയറ്റ്നാമി ഡോങ്ക്, 20,000 വിയറ്റ്നാമി ഡോങ്ക്. അല്ല ഹലോ, ഇവിടെ കഴിച്ചൂടെ? ഇവിടുന്ന് കഴിച്ചൂടെ? ഇവിടെ ഇരുന്നിട്ട് കഴിച്ചൂടെ? Can you put me a
ചെറിയൊരു പണി കിട്ടി. ഞാൻ അവനോട് കഥയും പറഞ്ഞു നിന്ന് കയ്യൊക്കെ കൊടുത്ത് ലാസ്റ്റ് ഞാനിങ്ങ് പോയി കുറച്ച് നേരം കഴിഞ്ഞ് അതിന് ശേഷം മനസ്സിലാകുന്ന ഓന് പൈസ കൊടുത്തില്ല. പിന്നെ അപ്പം തന്നെ ഓടി വന്ന് എന്നിട്ട് അവൻ പറഞ്ഞ് വേണ്ട ഫ്രീ എന്ന് പറഞ്ഞ് എങ്ങനെയോ പറഞ്ഞ് ഒപ്പിച്ചു പോന്. ഫ്രീ ആണ്, പൈസ വേണ്ട പറഞ്ഞ്. സംഭവം ഓനെ ആദ്യം വിചാരിച്ച് ഞാൻ പറ്റിച്ച് പോയിന്നാ. ഇത് ഫുഡും കഴിച്ച് നേരെ ആളെ തന്ത്രപരമായി വഞ്ചിച്ചങ്ങ് പോയിന്നാ. പക്ഷേ പിന്നെ ഞാൻ പിന്നെ എല്ലാം കൂടി ഭാര്യ പെറുക്കി കൊടുത്തു. നോക്കുന്ന നേരം എൻ്റെ പൈസ ഇല്ല, കംപ്ലീറ്റ് ഇല്ല. എന്ന് വെച്ചാൽ എൻ്റെ ആകെ 10,000 ഉള്ളു, 20,000 ആണ് ഫുഡിന്. അങ്ങനെ ഞാൻ എൻ്റെ കൊടുത്ത്. ഞാൻ ആദ്യം വിചാരിച്ചാൽ 100 അങ്ങനെ പിന്നെ ഇവനോട് ഞാൻ ബാക്കിക്ക് വാങ്ങാൻ നിൽക്കുന്ന നേരം പറഞ്ഞു അല്ല 10,000 20,000 ഫുഡ് എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല കോടിയെന്ന് പറഞ്ഞു. അത് തിരിച്ചുകൊണ്ടാട്ടോ പറയുന്നത്. പിന്നെ ഞാൻ ഇടക്കോ തപ്പി നോക്കിയപ്പോൾ ഒന്നും കൂടി കിട്ടി, 10,000 കൂടി കിട്ടി. അങ്ങനെ പേയ്മെൻറ്റ് ഫുള്ള് കൊടുത്ത്. എൻ്റെ അമ്മോ, ഒരു നേരം നമ്മൾ കള്ളനാണ് ഇങ്ങോട്ട് മനസ്സിലാകുന്ന നേരം ഒരു ഇതാവൂലേ, നമുക്കൊരു ചടപ്പ് തോന്നൂലേ, എന്തോ ഒരു അതുപോലെ ആയിപ്പോയി. KTM എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ. ഞാനിപ്പോൾ ഹോസ്റ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഫ്രൂട്ട്സൊക്കെ വാങ്ങി പോകാമെന്ന് വെച്ചല്ലോ. ഭാര്യ മക്കളൊന്നും ഇല്ല, എന്നാലും വാങ്ങി പഠിക്കാനല്ലേ തുക. നമുക്കൊരു ആവശ്യം വന്നാലും ഇവിടെ ഞാൻ പറഞ്ഞില്ല റംബുട്ടാൻ വില കുറവാട്ടോ. റംബുട്ടാൻ ഇനി 18,000 ഡോങ്കേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു എത്ര ഒരു 45 ആവുന്നുള്ളൂ. പിന്നെ അത് അവക്കാഡോ ആട്ടോ, കുറച്ച് മുന്നിട്ട് കിടക്കുന്ന അവക്കാഡോ ആണ്. അവക്കാഡോനും വില കുറവാണ്. അവക്കാഡോന് ഏകദേശം ഒരു 90 ആവുന്നുള്ളൂ. ഇതൊരു 1/2 കിലോ കിട്ടുമോ? 0.5 കിലോ. അവക്കാഡോ എത്രയാണ്? രണ്ടും കൂടി 20,000 ഡോങ് കിട്ടോ. എന്ന് വെച്ചാൽ 60 റുപ്യ കിട്ടോ. ഒരു അവക്കാഡവും കിട്ടി, അതുപോലെ റംബുട്ടാനും കിട്ടി. സിമ്പിൾ, വില കുറവാണ്, എല്ലാം കൊണ്ട് ഓക്കെയാണ്. അടുത്ത പരിപാടി എന്താ അറിയോ, ഇത് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ട് നോക്കണം. കാര്യം റൂമിൽ പോവുകയാണെങ്കിൽ വേറെയും കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഷെയർ കൊടുത്ത് കഴിക്കാമെന്ന് പറയുമ്പോൾ അത് പോസിബിൾ ആവുന്ന കേസല്ല. കാര്യം അത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിത് ആൾക്കാരില്ലാത്ത സ്ഥലത്ത് നോക്കുക, അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. ടെറസിലെങ്ങാൻ പോയി നോക്കുക, എന്നിട്ട് അവിടെ ആരും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി കഴിക്കാം. അല്ലെങ്കിൽ എൻ്റെ ആ ബെഡില്ലേ, ആ ബെഡ് തന്നെ ഫുൾ കവർ ചെയ്തിട്ട് എൻ്റെ അമ്മോ ഒരു തിന്നുന്ന കേസിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എൻ്റെ അമ്മോ.